ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയോ? കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായാണ് അയ്യപ്പ സേവാ സംഗമം നടത്തുന്നത് എന്നതിന് സമാനമായ ജ്യോതിഷ ചാർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ക്ലിഫ് ഹൗസിലെ ഗോശാല അടക്കം ഇതിന്റെ ഭാഗമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലം ആണെന്നായിരുന്നു വിലയിരുത്തൽ. ശബരിമലയിൽ ചെയ്ത തെറ്റുകൾക്ക് മഹാപാപ പരിഹാരം എന്ന തരത്തിൽ രണ്ടാം ദോഷ പരിഹാരവും ജ്യോതിഷി നിർദ്ദേശിച്ചിരുന്നു എത്രേ. അതിൽ ശനി ശാന്തിക്ക് പറയുന്നതും ശ്രദ്ധേയമാണ്. സദാ കറുപ്പ് ധരിക്കുക, അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കിയയുടെ കറുത്ത കാറിൽ യാത്ര മാറ്റിയത് ഇതുകൊണ്ടാണെന്ന സംശയവും ഉയർന്നിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം നടക്കുമ്പോൾ പത്മകുമാർ ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പിണറായി കറുത്ത കിയയിലേക്ക് മാറി ചാർത്തിയതിന്റെ ഭാഗമായി എന്നാണ് വിലയിരുത്തൽ. പിണറായിയെ പോലെ ഈ സമയം പത്മകുമാർ കറുത്ത വാഹനത്തിൽ യാത്ര മാറ്റി എന്നതാണ് മറ്റൊരു വസ്തുത. കൂടുതൽ കണ്ടെത്തലുകൾ പുറത്ത് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മുഖ്യനും അകത്തേക്ക് പോകുമോ? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചാർത്തിലെ രാജാവ് എന്നായിരുന്നു പത്മകുമാറിന്റെ വിലയിരുത്തൽ. മുമ്പ് വെള്ള ഇന്നോവയിലായിരുന്നു പത്മകുമാർ പത്തനംതിട്ടയിൽ കറങ്ങിയത്. പിണറായി കറുത്ത കിയയിലേക്ക് മാറിയപ്പോൾ വെളുത്ത ഇന്നോവ പത്മകുമാർ കൈവിട്ടു. പകരം കറുത്ത ഇന്നോവ വാങ്ങി. അതിലായി പിന്നീടുള്ള യാത്ര. മുഖ്യമന്ത്രി പിണറായി കറുത്ത കാറിൽ കറങ്ങുന്നതിനോട് ആഭിമുഖ്യം കാട്ടാനാണ് പുതിയ കാർ കറുപ്പ് നിറത്തിൽ വാങ്ങിയതെന്ന സന്ദേശം പത്മകുമാർ നൽകുകയും ചെയ്തു. എന്നാൽ പാപപരിഹാരത്തിലുള്ള കറുത്ത വാഹനത്തിലെ യാത്രയായിരുന്നു അത്. അതായത് കറുത്ത കാറിലെ യാത്ര ജയിൽവാസത്തിൽ നിന്നും പത്മകുമാറിനെ രക്ഷിച്ചില്ല എന്ന് സാരം. സ്വർണ്ണക്കൊള്ളയിലെ കള്ളത്തരത്തിൽ പത്മകുമാർ കുടുങ്ങി. കട്ടളപ്പാളിയിലെ പത്തിള പ്രയോഗത്തെ തിരുത്തി ചെമ്പാക്കി എന്നുള്ളതാണ് വിനയായത്. ഈ കൈയക്ഷരം പത്മകുമാറിന് ശബരിമല കൊള്ളയിൽ ജയിൽവാസം ഉറപ്പിക്കുമെന്നും വിലയിരുത്തുന്നവരുണ്ട്. തന്ത്രിയെയും മുൻ മന്ത്രി കടകംപള്ളിയെയും കൊണ്ടേ താൻ പോകൂ എന്ന് പത്മകുമാർ പലരെയും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കണ്ടെത്തലുകൾ പുറമേ വരും. അതായത് തന്ത്രിയും പെടുവെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 4 പേർ അഴിക്കുള്ളിലായി. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങും വീണു. ഇതിനെല്ലാം കാരണം ശബരിമലയിലെ ഈശ്വര ചൈതന്യം കൂടിയതാണ് എന്ന് വിശ്വാസികൾ വിലയിരുത്തുന്നുമുണ്ട്. അവരെ കുറ്റം പറയാൻ കഴിയുമോ? കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുക, അല്ലെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തുക, ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഈ ജ്യോതിഷ ചാർട്ട് പുറത്തു വന്നത് പലർക്കും ഞെട്ടലായിരുന്നു. ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു. ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്ക് കാരണമാകും. ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ്. മരണം, അപമാനം, സ്ഥാനഭ്രംശം, ബന്ധനം, ശാരീരിക പീഡനങ്ങൾ, പുത്രദുഃഖം, പുത്രവിഹരം, ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചാരാലും കാണുന്നു. പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപമുക്ത ജന്മങ്ങൾ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു എന്നാണ് പരിഹാര നിർദ്ദേശത്തിൽ ആദ്യ വിശദീകരണം. ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു. വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് 1008 തവണ ജപിക്കണമെന്നും പറയുന്നു. ദേവിയുടെ പാദം മുറുകെ പിടിച്ച് ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന വിലയിരുത്തൽ സജീവമാണ്. ചാർത്തിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലും വന്നു. അതായത് രാഷ്ട്രീയ വിശകലനം അനുസരിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അനുസരിച്ച് ഈ പിണറായി വിജയൻ 1008 ഭക്തർ ഒന്നിച്ചു കൂടി 12 മണിക്കൂർ തുടർച്ചയായ ശരണം വിളിയും പാപപരിഹാരവുമാണ്. ലോകമെമ്പാടുമുള്ള ഭക്തജന സംഘടനകൾ ഒന്നായി ഭജനം ചെയ്യുക. ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്ന് അകറ്റും. ആഗോള സഹഭജനം എന്നാണ് ഇതിന് പറയുന്നത്. സമൂഹത്തിൽ അന്നദാനം നടത്തുക. ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും. രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം. സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും. ഇതാണ് ജ്യോതിഷക്കുറിപ്പിലുള്ളത്. രക്ഷാ ഉപായവും താന്ത്രിക ഉപസംഹാരവുമുണ്ട്. ഇതൊരു അറ്റകൈ പ്രയോഗമാണെന്ന് പറയുന്നു. യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായും അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ വിലയിക്കുന്നതിന്, അതായത്
വിലയിപ്പിക്കുന്നതിനെയാണ് താന്ത്രിക ഉപസംഹാരം എന്ന് വിശദീകരിക്കുന്നത്. പത്മകുമാറും ഈ ചാർത്തിലെ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തോ എന്ന ചർച്ചയും സജീവമാകുന്നുണ്ട്. ശബരിമല പത്മകുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പത്മകുമാർ പറഞ്ഞു, ഞാൻ മുഖ്യനെയും കൊടുക്കും തന്ത്രിയെയും കൊടുക്കും, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുകയേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്നാണ് പത്മകുമാർ പറയുന്നത്. പ്രശാന്തും ഏകദേശം അകത്താകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ജയറാമും ഈ പടിവാതിൽക്കൽ നിൽക്കുകയാണ്, അറസ്റ്റിന്റെ പടിവാതിൽക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് ജയറാം. അപ്പോൾ മൊത്തത്തിലൊരു ശനിയുടെ ഒരു അപഹാരം ഇങ്ങനെ പിണറായിയെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറുത്ത കാറും കറുത്ത വസ്ത്രവും ഗോശാലയും ഒക്കെ നിർമ്മിച്ചിട്ടും പിണറായിക്ക് അങ്ങോട്ട് രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട പുതിയ വല്ല ശത്രു സംഹാര പൂജയോ SIT പിണറായിയുടെ ആളാണ് എങ്കിലും കോടതിക്കെതിരെ വല്ല ശത്രു സംഹാര പൂജയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂജകളോ ഒക്കെ നടത്തിയാൽ ഒരു പക്ഷെ രക്ഷപ്പെടുമായിരിക്കും. ഈ കറുത്ത കാർ ഉപയോഗിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിറ്റേ ദിവസം കറുത്ത കാർ ഉപയോഗിച്ച് കറങ്ങി നടന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പത്മദ വെറും തറയിലാണ് കിടക്കുന്നത്. നിലത്ത് കിടന്നിട്ട് പപ്പ നിലവിളിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന്. ആ വിളി പിണറായി കേട്ടില്ലെങ്കിൽ പപ്പൻ പറയുന്നു, കേട്ടില്ലെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് തന്ത്രിയും അപ്പുറത്ത് പിണറായിയും കിടക്കും, ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയും, നിങ്ങളെയും ഞാൻ കൊണ്ടേ പോകൂ. അങ്ങനെ പപ്പൻ കൊണ്ടേ പോകുമെന്ന് പറയുകയാണെങ്കിൽ പിണറായി ഭയക്കണം. കാരണം പപ്പൻ കിട്ടിയ നല്ല പോലെ അടി വാങ്ങിച്ച് പിടിച്ച ആളാണ് പപ്പൻ. കാരണം പപ്പൻ നാണം കെട്ടി നിൽക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വത്ത് കട്ടതെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ, ആത്മാഭിമാനം തന്നെ നശിക്കുന്ന കാര്യമാണ്. വരും തലമുറകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യപ്പൻ്റെ മുതൽ കെട്ടവൻ്റെ കുടുംബം, അയ്യപ്പൻ്റെ മുതൽ കെട്ടവൻ്റെ കുടുംബം. അവിടെ ഈ ഹരിവരാസന അമ്മമ്മ പാടിയതൊന്നും ആരും ഓർമ്മിക്കില്ല. അയ്യപ്പൻ്റെ മുതൽ കെട്ടവൻ, അയ്യപ്പനെ കട്ടവൻ എന്നേ പറയുള്ളൂ. അപ്പൊ പപ്പൻ ആ പേര് കിട്ടി, വാസുവിനും ആ പേര് കിട്ടി, പ്രശാന്തിനും കിട്ടും. വെറുതെ പോയ ജയറാമിന് വരെ ആ പേര് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച രാജാവിന്റെ തൊട്ട് താഴെയുള്ള മന്ത്രിക്കും കിട്ടാതിരിക്കുമോ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന അറസ്റ്റിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്.